വാട്ടർ മെട്രോ ഉദ്ഘാടനം അതിപ്പോൾ മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. വിഷ്ണു സുരേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നേരത്തെ ജങ്കാറിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. വിഷ്ണു, ഈ ചടങ്ങ് കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ, ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായി. ഇപ്പോൾ മുഖ്യമന്ത്രി വാട്ടർ മെട്രോയിൽ വില്ലിംഗ്ടൺ ഐലൻഡിലെ ടെർമിനലിലേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ്, ആ വാട്ടർ മെട്രോയുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. 2 ടെർമിനലുകളാണ് പുതുതായി വാട്ടർ മെട്രോയിൽ ആരംഭിച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരിയിലും ഒന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലുമാണ്. ഇതോടുകൂടി ആകെ ടെർമിനലുകളുടെ എണ്ണം 18ആയി ഉയർന്നിട്ടുണ്ട്. 38 കോടി രൂപ ചെലവിലാണ് 2 ടെർമിനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടെർമിനലിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഫോർട്ട് കൊച്ചിയുടെ അതോടൊപ്പം ഈ പശ്ചിമ കൊച്ചി മേഖലകളുടെ ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്ത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണിത്. ഏറെ നാളായി മട്ടാഞ്ചേരിയിലെ ടെർമിനൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും പല തടസ്സങ്ങൾ തട്ടിപ്പോവുകയായിരുന്നു. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റ് വില്ലിംഗ്ടൺ ഐലൻഡും അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ടൂറിസ്റ്റ് സർക്യൂട്ടിന് ഗുണം ചെയ്യുന്നതായിരിക്കും ഈ വാട്ടർ മെട്രോ സർക്യൂട്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൊച്ചി വാട്ടർ മെട്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ടുകളിൽ ഒന്നായി ഇത് മാറും. നിലവിൽ 12 റൂട്ടുകളാണ് ഉള്ളത്. അതിൽ 12ാമത്തെ റൂട്ടാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇടക്കൊച്ചിയിലും അതോടൊപ്പം തൊപ്പുംപടിയിലും പുതിയ 2 സർക്യൂട്ടുകളുടെ ടെൻഡറുകൾ വിളിച്ചിട്ടുണ്ട്. ആ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഒപ്പം ഈ ദ്വീപ് പ്രദേശ മേഖലയായ ദ്വീപ് പ്രദേശ മേഖലകളിലും പിഴല പോലുള്ള മേഖലകളിലേക്കൊക്കെ വാട്ടർ മെട്രോ വ്യാപിപ്പിക്കാനുള്ള നടപടികളുണ്ട്. ആകെ 78 റൂട്ടുകളാണ് വാട്ടർ മെട്രോ പൂർണ്ണ തോതിലേക്ക് റൺ ചെയ്തു തുടങ്ങുമ്പോൾ കൊച്ചിയിൽ ഉണ്ടാകുക. അത് കൊച്ചിയുടെ ജലഗതാഗത സംസ്കാരത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും, ടൂറിസം സംസ്കാരത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൊച്ചി വാട്ടർ മെട്രോ ഒരു അഭിമാന പദ്ധതിയായി ഉറപ്പായും LDF സർക്കാരിന് ഉയർത്തിക്കാട്ടാവുന്ന ഒന്നാണ്. അതിൽ പല ഘട്ടങ്ങളിലായി പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മുഖ്യമന്ത്രി ഇന്ന് വേദിയിൽ പരാമർശിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ മാതൃക ഈ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, മുംബൈ അടക്കമുള്ള പ്രധാന നഗരങ്ങൾ ഈ സർക്യൂട്ടിന്റെ വിശദാംശങ്ങൾ തേടി KMRL സമീപിച്ചിട്ടുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ തേടിയുള്ള ഫോൺ കോളുകൾ എത്തുന്നുണ്ട് എന്നാണ് KMRL MP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതാണ് മുഖ്യമന്ത്രി എത്തുന്ന വാട്ടർ മെട്രോ. അദ്ദേഹം ഈ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ബോട്ട് ജെട്ടിയിലേക്കാണ് എത്തുന്നത്. മട്ടാഞ്ചേരിയിലെ ബോട്ട് ജെട്ടിക്ക് ഒരു പ്രത്യേകതയുള്ളത്, അത് പൂർണ്ണമായും വെള്ളത്തിൽ തന്നെയാണ് ആ ജെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ജെട്ടിയാണത്. ഒരുപക്ഷെ അത് ഈ കാലാവസ്ഥയോടൊക്കെ ഇടങ്ങിച്ചേർക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. എന്തായാലും ആ 2 ബോട്ട് ജെട്ടികളും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആദ്യ ബോട്ട് ജെട്ടിയായ മട്ടാഞ്ചേരിയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ബോട്ട് ജെട്ടി സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്ന് വാട്ടർ മെട്രോയിൽ തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും കൊച്ചി വാട്ടർ മെട്രോ അതൊരു അഭിമാന പദ്ധതിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏകദേശം 3 വർഷത്തിനിടയിൽ 50 ലക്ഷം ആളുകളാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ സംവിധാനം ഉപയോഗിച്ച യാത്ര ചെയ്തത്. അതൊരു ചെറിയ നേട്ടമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ബോട്ടുകളും അതോടൊപ്പം കൂടുതൽ സർക്യൂട്ടുകളും സർവീസുകളും ഒക്കെ ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ KMRL ഉള്ളത്. കൊച്ചിയുടെ സമഗ്ര വികസനത്തിന്, കൊച്ചിയുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ സമഗ്ര ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതിയായിരുന്നു വാട്ടർ മെട്രോ. അതതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. ആകെ മൊത്തമുള്ള ടെർമിനലുകൾ, വിവിധ ദ്വീപുകളെ സംയോജിച്ചുകൊണ്ട് കൊച്ചിയെ ഒരു ടോട്ടൽ വാട്ടർ സർക്യൂട്ടായി മാറ്റുക എന്നുള്ളതാണ് ആ പദ്ധതിയുടെ കൊണ്ട് ഉദ്ദേശിച്ച് വെക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതിന് മുഖ്യമന്ത്രി ഇതാ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്ന ഈ വാട്ടർ മെട്രോ അടുപ്പിക്കും. മന്ത്രി P രാജീവ്, വാട്ടർ മെട്രോ MD ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള ആളുകൾ, നേവി ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നേവി ഉദ്യോഗസ്ഥർ, കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർ മെട്രോയുടെ വെല്ലിംഗ്ടൺ ഐലൻഡ് മട്ടാഞ്ചേരി റൂട്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി P രാജീവ് ഉണ്ട്. ഒപ്പം കൊച്ചി മേയർ M അനിൽകുമാർ, MLA TJ വിനോദ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഇപ്പോൾ അതിനുശേഷം ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ
നേവി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവിടെ ഉണ്ട്. വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, മുഖ്യമന്ത്രി അവിടേക്ക് എത്തുന്നു, വാട്ടർ മെട്രോ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമേഷ്, മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ പുതിയ വാട്ടർ മെട്രോ ടെർമിനലായ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തും. മുഖ്യമന്ത്രിക്കൊപ്പം KMRL ഒഫീഷ്യൽസ് ഉണ്ട്. അതോടൊപ്പം മന്ത്രി P. രാജീവുണ്ട്. ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകളുണ്ട്. ഈ നേരത്തെയാണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞത്. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് വില്ലിംഗ്ടൺ ഐലൻഡിലെ ടെർമിനൽ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത്. മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത് LDF സർക്കാരിന്റെ പ്രധാനപ്പെട്ട വികസന മുഖമുദ്രകളിൽ ഒന്നാണ് വാട്ടർ മെട്രോ. അത് കേരളത്തിലോ കൊച്ചിയിലോ ഒക്കെ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് രാജ്യവ്യാപകമായി രാജ്യാന്തര തലത്തിലൊക്കെ അടക്കം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വാട്ടർ മെട്രോ വളർന്നിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് തന്നെ ഈ കൊച്ചി KMRL തന്നെ വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട് ഇതര നഗരങ്ങളിൽ നിന്ന്. വിഷ്ണു, ഒരു നിമിഷം, ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധമാണ്. നിതിൻ അംബുജൻ, നിതിൻ, എവിടെയാണ് പ്രതിഷേധം? വിവരങ്ങൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി വരുന്ന മുമ്പായി തന്നെ ഈ പ്രദേശത്താകെ തന്നെ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സമീപത്തുള്ള പ്രതിപക്ഷ പ്രവർത്തകരെ അടക്കം തന്നെ പോലീസ് തിരഞ്ഞെടുത്ത് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വാതുരുത്തിയിലെ നേവൽ ബേസ് സമീപത്ത് വെച്ചാണ് ഇപ്പോൾ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അല്പസമയത്താണ് തന്നെ മുഖ്യമന്ത്രി ഇതുവഴി കടന്നുപോകും. മുഖ്യമന്ത്രി ഇനി ഗസ്റ്റ് ഹൌസിലേക്കാണ് പോവുക. അതിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശത്താകെ തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അല്പസമയത്തിനിടെ മുഖ്യമന്ത്രി വില്ലിംഗ്ടൺ ഐലൻഡ് മെട്രോ സ്റ്റേഷനിലെത്തും. അതിനുശേഷം ഇതുവഴി റോഡ് മാർഗം ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്നതാണ്. ഇതിന് മുന്നോടിയായി തന്നെയാണ് പോലീസ് ഇതുവഴി ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇതുവഴി പോയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമീപത്ത് നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. എന്തായാലും ഹാർബർ ഇപ്പോൾ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ അല്പസമയത്താണ് ഈ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാനായി ഇവിടേക്ക് വന്നത്. അല്പസമയത്ത് തന്നെ മുഖ്യമന്ത്രി കടന്നു പോകേണ്ടതാണ്. അതിന് മുന്നോടിയായി തന്നെ പോലീസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയാകെ തന്നെ ഈ പ്രദേശത്താകെ തന്നെ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാതുരുത്തി മേഖലയിലൊക്കെ തന്നെ പോലീസിന്റെ വലിയ വിന്യാസം ഇവിടെ ഉണ്ട്. മാത്രമല്ല ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ പോലീസ് ഇത്തരത്തിൽ റോഡിന് ഇരുവശവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി നഗരത്തിലുടനീളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ എത്തിയ പ്രവർത്തകരെ അവിടെ നിന്നും നീക്കുകയാണ് പോലീസ്. ഇപ്പോൾ നമ്മൾ വീണ്ടും വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോകുന്നു. വാട്ടർ മെട്രോയുടെ മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ്, ആ പാതയുടെ ഉദ്ഘാടനം, ആ സർവീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി വാട്ടർ മെട്രോയിൽ ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അവിടെ നേവി സംഘം ഉൾപ്പെടെ ഉണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ. ഉന്മേഷ, രാവിലെ മുതൽ തന്നെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ മുഖ്യമന്ത്രി വരുന്നതോടനുബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. ഉദ്ഘാടന വേദിയുടെ പരിസരത്ത് പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സുഖമായ ഉദ്ഘാടന പരിപാടികൾ പൂർത്തിയായി. രണ്ട് മെട്രോ ടെർമിനൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലും അതോടൊപ്പം വില്ലിംഗ്ടൺ ഐലൻഡും. ഇതാണ് പുതിയ സർക്യൂട്ട് വാട്ടർ മെട്രോയുടെ. മട്ടാഞ്ചേരിയിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്കും വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്കും. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ബിസിനസ്സിനോടൊപ്പം തന്നെ ടൂറിസം മേഖലയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സർക്യൂട്ടാണിത്. പ്രത്യേകിച്ചും ഈ വിദേശത്ത് നടക്കം വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ സന്ദർശിക്കാൻ എത്തുന്ന ഒരു പ്രദേശം അത് മട്ടാഞ്ചേരി പോലുള്ള മേഖലകളാണ്, വില്ലിംഗ്ടൺ പോലുള്ള മേഖലകളാണ്. അതുകൊണ്ട് ആ മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടെർമിനൽ അത് കൊച്ചിയുടെ സമഗ്ര വികസനത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഈ പശ്ചിമ കൊച്ചിയിലെ ഏറ്റവും ആദ്യത്തെ ടെർമിനൽ, വാട്ടർ മെട്രോ ടെർമിനൽ ആരംഭിച്ചത്. ഹൈക്കോർട്ട് ടു ഫോർട്ട് കൊച്ചി ആയിരുന്നു. അതിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു, വലിയ തിരക്ക്. ഒരുപക്ഷെ ഒരു ദിവസം തന്നെ 100,000-ലധികം ആളുകൾ സഞ്ചരിക്കുന്ന സാഹചര്യം പോലും ആ ടെർമിനൽ മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ജനപ്രീതി ആ മേഖലയിൽ കിട്ടിയിരുന്നു. അപ്പോഴാണ് മട്ടാഞ്ചേരിയിൽ എന്തുകൊണ്ട് ടെർമിനൽ നിർമ്മാണം നീണ്ടുപോകുന്നു എന്നൊരു ആശങ്ക അവിടുത്തെ ആളുകൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് അവിടെ ജ്യൂസ് സ്ട്രീറ്റ് ഒക്കെ കാണാൻ നിരവധി ആളുകൾ വിദേശത്ത് നിന്നടക്കം എത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് പുതിയൊരു അനുഭവം നൽകാൻ വാട്ടർ മെട്രോ കൂടി എത്തിക്കഴിഞ്ഞാൽ അത് സാധ്യമാകുമെന്ന ആവശ്യം പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്ന് നൽകിയിരിക്കുന്നത്. 38 കോടി രൂപയാണ് രണ്ട് ടെർമിനലിന്റെ വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതുവരെ 12 ടെർമിനൽ
ടെർമിനലുകളാണ് ഈ വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട തുറന്നിട്ടുള്ളത്. ആകെ മൊത്തം വലിയൊരു സർക്യൂട്ടാണ് ഈ വാട്ടർ മെട്രോയുടെ പദ്ധതി വഴി നിലവിൽ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ നിർമ്മാണ തുക KMRL ആണ്. അതിന്റെ പല ഇടങ്ങളിലും ടെർമിനൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അടുത്തത് ഒരുപക്ഷെ കടമക്കുടിയിലായിരിക്കും ടെർമിനലിന്റെ തുടർച്ച ഉണ്ടാകുക. മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വാട്ടർ മെട്രോയിൽ സന്ദർശനം ചെയ്ത് അദ്ദേഹം മട്ടാഞ്ചേരിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ നേവി ഉദ്യോഗസ്ഥരടക്കം ഉണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡ് ഈ നേവി ആസ്ഥാനത്തോട് ചേർന്നിരിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ നേവി ആസ്ഥാനത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സുരക്ഷ ഈ പ്രദേശത്തെമ്പാടും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു സുരക്ഷാ കവചം എറണാകുളത്ത് ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.